സാറേ, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് കഴിഞ്ഞതിന് പിന്നാലെ സുരേന്ദ്രനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. സുരേന്ദ്രന് രാജി ആവശ്യപ്പെട്ടുള്ള പല ചർച്ചകളും മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയർന്നു വന്നിരുന്നല്ലോ. അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ BJP അണികൾ തന്നെ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം, ഇപ്പോൾ പാർട്ടിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഈ സുരേന്ദ്രന്റെ കാലാവധി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി പുതിയ പ്രസിഡന്റിന്റെ കാലാവധി തിരഞ്ഞെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഒറ്റക്കെട്ടായാണ് രംഗത്ത് പോകുന്നതെന്നാണ് പുതിയ വിവരം. കാരണം ഈ പാർട്ടിയിൽ പ്രസിഡന്റ് ആകണമെന്ന മോഹം ശോഭാ സുരേന്ദ്രനുണ്ടല്ലോ. അതിനാൽ തന്നെ അവർ രണ്ടുപേരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്ന വിവരം ശരിയാണോ? അതെ, പാർട്ടിയിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ ഈ BJP ഇനി ഒരു പാഠം പഠിച്ചിട്ടുണ്ടാകും. കാരണം ഒരു ജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കൊണ്ടുപോയി കളഞ്ഞു കുളിച്ചത്. അത് പാർട്ടി സംസ്ഥാന ഘടകം അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരത്തിലായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. BJPക്ക് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോഴും പല അവസരങ്ങളും കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. 2016 നേമത്ത് രാജഗോപാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തതല്ലേ. പിന്നീട് അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് ആരാണ്? പാർട്ടി തന്നെയാണ്. രാജഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ പ്രായാധിക്യമൊക്കെ ഉണ്ടായിരുന്നു. മണ്ഡലത്തെ എല്ലാ ഇടങ്ങളിലും ഓടിയെത്താൻ കഴിയുന്നില്ല. ചില MLA മാരുണ്ട്, കല്യാണമായാലും പ്രസവമായാലും നൂലുകെട്ടായാലും പുലകുളി അടിയന്തരമായാലും അവിടെ ഓടിയെത്തും. തൃപ്പൂണിത്തുറ MLA ആയ ബാബു ഉണ്ടല്ലോ, ഓടിയെത്തും എല്ലാ ഇടങ്ങളിലും. ഓരോ മണ്ഡലത്തിലെയും ആൾക്കാരെ പേരെടുത്ത് വിളിക്കും. പണ്ട് മാവേലിക്കരയിലും ഇതുപോലെ ഒരു MLA ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും അത് LDFിലുള്ള ഒരു MLA ആയിരുന്നു. ജനങ്ങൾ ഇപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ, വിവാഹമായാലും മരണമായാലും MLA-മാർ തങ്ങളുടെ MLA-യുടെ ഒരു പ്രസൻസ് അവരവരുടെ ആഗ്രഹിക്കുന്നുണ്ട്. അവർ വരുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു MLA. ഒരു MP-യെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഓടിയെത്തുക എന്ന് പറയുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. 7 നിയമസഭാ മണ്ഡലങ്ങളാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ BJPക്ക് ഈ വളരെ പ്രായത്തിൽ നിൽക്കുന്ന അവസരത്തിൽ രാജഗോപാൽ വിജയിച്ചപ്പോൾ രാജഗോപാലിന് ഓടിയെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടി അത്തരത്തിൽ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് ഭംഗിയായി മുമ്പോട്ട് കൊണ്ടുപോയിരുന്നുവെങ്കിൽ അവർക്ക് നിയമം നിലനിർത്താമായിരുന്നു. 2021 ആ നിയമം നിലനിർത്തുമ്പോൾ എന്തായിരിക്കും? മറ്റ് പലയിടങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു കൊണ്ടുവരാൻ കഴിയും. ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ സ്ഥിതി എന്തായിരുന്നു ആദ്യകാലങ്ങളിൽ? വെറും 4-5 പേരുമായിട്ട് പാർലമെന്റിൽ ഇരുന്നതല്ലേ. അത് 2 സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്നല്ലേ കയറി വന്നത്. അങ്ങനെ പിന്നെ ഈ കൊച്ചു കേരളത്തിൽ എന്തുകൊണ്ട് സാധ്യമല്ല? ഇവർക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഇവർ പലപ്പോഴും കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, പണ്ട് കാലങ്ങളിൽ BJPക്ക് ഒരു പേരുദോഷം ഉണ്ടായിരുന്നു, വോട്ട് കച്ചവടം നടത്തുന്നവർ എന്നുള്ള രീതിയിൽ. ശരിയായിരുന്നു. ഇടക്കാലത്ത് അത് മാറ്റം വന്നു. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വരുമ്പോൾ ദേശീയ തലത്തിൽ തന്നെ പാർട്ടിക്കൊരു ഉണർവുണ്ടായി. അതൊരു ചെറിയ തരംഗം കേരളത്തിലേക്ക് കൊണ്ടുവരാനും സാധിച്ചു. പക്ഷെ ഇവിടെ അടിമൂത്തു എന്നുള്ളതാണ്. വിഭാഗീയത രൂക്ഷമാക്കി കൃഷ്ണദാസ് പക്ഷം. പിന്നെ V. മുരളീധരൻ ഇപ്പോൾ അകന്നു നിൽക്കുന്നു. V. മുരളീധരന് സുരേന്ദ്രന് ശേഷം പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് താല്പര്യമുണ്ട്. ശോഭാ സുരേന്ദ്രനെ ഏതെങ്കിലും ഒരിടത്ത് കൊണ്ട് നിർത്തുന്നു, നിയമസഭയിലായാലും ലോക്സഭയിലായാലും ആർക്കും വേണ്ടാത്ത ഇടമെന്നും പറഞ്ഞ്. പക്ഷേ ശോഭാ സുരേന്ദ്രനെ അവിടെ ഇളക്കി മറിച്ച് കയ്യിലോട്ട് കൊടുക്കും. രണ്ടാമത്തെ തവണ ശോഭാ സുരേന്ദ്രനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ കിട്ടാവുന്ന അവസരമല്ലേ നശിപ്പിച്ച് കളയുന്നത്. ഇപ്പോൾ ആറ്റിങ്ങൽ ഒരുപക്ഷെ 2019 ശേഷം 24 ശോഭയെ നിർത്തിയിരുന്നുവെങ്കിൽ എന്തായിരുന്നു? മണ്ഡലം ഒന്ന് വിറപ്പിക്കുക തന്നെ ചെയ്തു. ഒരുപക്ഷെ വിജയത്തിലേക്ക് തന്നെ കടക്കുകയും ചെയ്യും. ആലപ്പുഴയിലെ A ക്ലാസ് മണ്ഡലമായിട്ടല്ല പാർട്ടി എടുത്തത്. ശോഭാ സുരേന്ദ്രനെ അവസാനമാണ് ഇറക്കിയത്. കേരളത്തിന് വെളിയിൽ നിന്ന് ഇലക്ഷൻ സർവേക്ക് വന്നവർ പറഞ്ഞത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന് സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. ആലോചിക്കാൻ പറ്റുമോ നമുക്ക്? CPM-കാർ മുഴുവൻ അവിടെ നട്ടം തിരിഞ്ഞു. അതാണല്ലോ ആലപ്പുഴയിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈഴവ സമുദായത്തിൻ്റെ വോട്ട് മുഴുവൻ പോയി. ഈഴവ സമുദായം മുഴുവൻ BJPയിലേക്ക് ചേക്കേറി എന്നുള്ളത് വ്യക്തമാണ്. അതൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സ്പേസ് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അവർ.
അത് മുതലെടുത്ത് പോകണം. കാരണം CPM-ന് പതനം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ വളരാൻ അനുവദിക്കരുത്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ എന്താണ്? 2026 ഇവിടെ ഒരു 12 മുതൽ 15 സീറ്റ് വരെ പിടിക്കണമെന്നാണ്. അത് ശരിയാകും. ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 12 മുതൽ 15 നിയമസഭാ മണ്ഡലങ്ങൾ വരെ BJPക്ക് പിടിക്കാം. 110 മണ്ഡലങ്ങളിൽ UDF ആണ് ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് UDFന് വലിയ പ്രതീക്ഷയാണ് 26-ൽ അധികാരത്തിൽ വരും എന്നുള്ളത്. പക്ഷേ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാലക്കാട്ടെ തോൽവി, പിന്നെ അപ്പോൾ ചോദിക്കും തൃശ്ശൂരിൽ ലോക്സഭയിൽ ഉണ്ടായ വിജയം, അത് നമ്മൾ മാറ്റി നിർത്ത്. അവിടെ ഒരു സിനിമാ പരിവേഷത്തിൽ നിൽക്കുന്ന ഒരാള്, പിന്നെ മണ്ഡലത്തിൽ 5 വർഷം പിന്നെ 2 തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. 2019 നിയമസഭയിലും ലോക്സഭയിലും പരാജയപ്പെട്ടു. പക്ഷെ ആ മണ്ഡലത്തിൽ താമസിച്ച് അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കി. കരുവന്നൂർ ബാങ്ക് ഇടപാട് വന്നപ്പോൾ അതിൽ സജീവമായി ഇടപെട്ടു. സുരേന്ദ്രനൊക്കെ ഇടപെടുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഇടപെട്ടിട്ടില്ലേ? അപ്പോൾ മണ്ഡലം മുഴുവൻ കയ്യിലെടുത്തു. പിന്നെ സുരേഷ് ഗോപിക്ക് കേന്ദ്ര നേതൃത്വവുമായിട്ടുള്ള ബന്ധമായിരുന്നു. അതങ്ങോട്ടങ്ങ് മാറ്റി നിർത്ത്. ഈ നിയമസഭയിലേക്ക് പിന്നീട് നിലനിർത്താൻ അവർക്ക് സാധിച്ചില്ല. പാലക്കാട്ട് കിട്ടിയ അവസരമാണ് കളഞ്ഞു കുളിച്ചതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നോക്കണേ, മഹാരാഷ്ട്രയിലെ BJP തൂത്തുവാരുന്നു. അത് മനസ്സിലാക്കണം. 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPക്ക് ദേശീയ തലത്തിലെ അല്പം പരാജയം സംഭവിച്ചു. പക്ഷെ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും വൻ ഭൂരിപക്ഷത്തിലല്ലേ അവർ അധികാരത്തിലേറിയത്. അപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ഇവിടെ സാധിക്കാതെ പോകുന്നു? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ തിരുവനന്തപുരത്തെ നഗരസഭ വോട്ടിൻ്റെ നിലവാരം വെച്ച് നോക്കുമ്പോൾ 25-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ BJPക്ക് ഭരിക്കാനുള്ള വോട്ട് അവർ നേടിക്കഴിയുന്നുണ്ട്. ഇത് നിലനിർത്തുമോ അവരെ? ഇപ്പോൾ അവർക്ക് മനസ്സിലായി. സമാനമാണ് തൃശ്ശൂരിലും അതെ. പിന്നെ നിരവധി പഞ്ചായത്തുകളുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ തമ്മിൽ പോര് രക്ഷയില്ല എന്നുള്ളത്. അപ്പോൾ BJPയുടെ ദേശീയ സംസ്ഥാന നേതൃനിരയിലേക്ക് അതിശക്തമായ ആരെങ്കിലും എത്തിയേ പറ്റുകയുള്ളൂ. ഇനിയിപ്പോൾ RSSന്റെ മുഖമായിട്ടുള്ള MT രമേശിനെ ഇറക്കുമോ എന്നുള്ളതും ആലോചിക്കുന്നുണ്ട്. കൃഷ്ണദാസ് പക്ഷം അത്തരത്തിലും ശ്രമം നടത്തുന്നുണ്ടാകാം. ഇതൊക്കെയാണ് പാർട്ടിക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നുള്ളത്. പക്ഷേ ശോഭാ സുരേന്ദ്രനും K സുരേന്ദ്രനോട് ഒപ്പം അടുക്കുന്നു. അപ്പം സമവാക്യങ്ങളൊക്കെ മാറുകയാണ് ചെയ്യുന്നതെന്നുള്ളത് അതൊരു ശുഭകരമായ വാർത്തയാണ്. ഒരുപക്ഷെ സുരേന്ദ്രന്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയാണോ ശോഭാ സുരേന്ദ്രനുമായിട്ട് ചേർത്ത് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുന്നതെന്നും ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരില്ല, മാറി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനെ ഇറക്കാനുള്ള, മുരളീധരനെ നേതൃനിരയിലേക്ക് കൊണ്ടുവരാതെ ശോഭാ സുരേന്ദ്രനാണ് നേതൃനിരയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അണികൾ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. അണികൾക്ക് താല്പര്യമുണ്ട്. കാരണം അണികളുമായിട്ട് അത്രത്തോളം അടുപ്പവും ഒക്കെ തന്നെ അവരുമായിട്ട് ഇഴുകിച്ചേരുന്ന പ്രവർത്തന രീതിയാണ് ശോഭയ്ക്കുള്ളത്. പാലക്കാട് എല്ലാവരും പ്രതീക്ഷിച്ചില്ലേ? പാലക്കാട് മണ്ഡലത്തിലുള്ളവർ മാത്രമല്ല, ഇനി തിരുവനന്തപുരത്തുള്ളവർ പോലും ആഗ്രഹിച്ചു, ശോഭാ സുരേന്ദ്രനായിരിക്കും അവിടെ മത്സരിക്കുന്നത്. 2016 ശോഭയാണ് നിയമസഭയിൽ അവിടെ മത്സരിച്ചത്. 11-നേക്കാൾ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. BJPക്ക് എവിടെയും വോട്ട് വിഹിത വർധനയുണ്ട്. 16 ഇപ്പോൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ ആർക്കാണ് ആ ഗ്രൗണ്ട് ആർക്ക് സജ്ജമായിരുന്നു? ശോഭയ്ക്ക് സജ്ജമായിരുന്നു എന്നുള്ളതാണ്. പലയിടങ്ങളിലും BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നുണ്ട്. ചേലക്കരയിൽ 10,000 വോട്ടിലധികം വർധനവുണ്ടായി. അപ്പോൾ ഈ അവസരം ഇനി ഇങ്ങനെ പോയാൽ പോരാ, മുതലെടുക്കണം. കാരണം CPM-ൽ വൻ പൊട്ടിത്തെറിയും കലഹവും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ അറിയാം നമുക്ക് CPM-ന്റെ ഭാവി എത്രത്തോളം പോകുമെന്നുള്ളത്. ആ അവസരത്തിലേക്ക് BJP മുതലെടുത്ത് കയറി വരണം, ആ സ്പേസിൽ ഇടം നേടണം എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.